So hi everyone, welcome to X and Y Learning. IOQM Indian Olympiad Qualifier in Mathematics ന്റെ രജിസ്ട്രേഷൻ കുറച്ച് ദിവസത്തിന് ഓപ്പൺ ആയിട്ടുണ്ട്. സോ സെൻറ്റർ രജിസ്ട്രേഷൻ ഉണ്ട്, അല്ലാതെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ട്. സോ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോസിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് 6 stages ഓഫ് ഒളിമ്പ്യാഡ് എക്സാംസ് ഉണ്ട് ആൻഡ് ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള IMOയിലേക്ക് എത്താനുള്ള ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ത് IOQM. സോ IOQMൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഞാനിപ്പോൾ ഉള്ളത് ഹോമി ബാബ സെൻറ്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ്റെ ഒഫീഷ്യൽ പേജിലാണ്. സോ അവരാണ് നമ്മളുടെ ഇന്ത്യൻ നാഷണൽ ലെവലിലുള്ള ഒളിമ്പ്യാഡ് എക്സാംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാം ആണ് നമ്മളുടെ IOQM ടെസ്റ്റ്. അതുപോലെ സെക്കൻഡ് സ്റ്റേജ് RMO, തേർഡ് സ്റ്റേജ് INMO ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള IOQMൻ്റെ രജിസ്ട്രേഷൻ നോക്കാം. സോ നമുക്കിവിടെ തന്നിട്ടുള്ള വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ IOQM.manageexam.com നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ പോപ്പപ്പ് ചെയ്യും, നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യാം. സോ നമുക്കിവിടെ ഇമ്പോർട്ടൻറ്റ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം. യുവർ സെൻറ്റർ വിൽ ബി കൺസിഡർഡ് ആസ് ടെസ്റ്റ് സെൻറ്റർ ഫോർ IOQM 2024-2025 based on completion of center verification. Okay, so അത് സെൻറ്റർ രജിസ്ട്രേഷനെ പറ്റിയാണ് പറയുന്നത്. KV, JNV ആൻഡ് അതർ സ്കൂൾസ് ക്യാൻ രജിസ്റ്റർ. അതായത് IOQM എക്സാം ഒരുപാട് സ്കൂളുകളിൽ ഉണ്ടാവില്ല, കാരണം നമ്പർ ഓഫ് അപ്ലിക്കൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ സർട്ടൈൻ സ്കൂൾസ് മാത്രമേ അതിൽ രജിസ്റ്റർ ചെയ്യുള്ളൂ. സോ KV അല്ലെങ്കിൽ JNV അല്ലെങ്കിൽ മറ്റ് സ്കൂളുകൾക്ക് അല്ലെങ്കിൽ മറ്റ് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൻറ്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ രജിസ്റ്റർ ചെയ്ത സെൻറ്ററുകളിലാണ് സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്യുക. സോ നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, KV ആൻഡ് JNV സ്റ്റുഡൻസ് ഷുഡ് ഗെറ്റ് രജിസ്റ്റേർഡ് ത്രൂ ദെയർ സ്കൂൾ. അതായത് KV, JNV കേന്ദ്രീയ വിദ്യാലയ അല്ലെങ്കിൽ ജവഹർ നവോദയ വിദ്യാലയ സ്റ്റുഡൻസ് ഒക്കെ എന്ത് വേണം, അവരുടെ സ്കൂളുകളിൽ കൂടെ തന്നെ IOQMന് രജിസ്റ്റർ ചെയ്യണം. അതർ സ്കൂൾ സ്റ്റുഡൻസ്, മറ്റ് സ്കൂളുകളിലുള്ള സ്റ്റുഡൻസിന് അവരുടെ സ്കൂൾ ഒരു സെൻറ്റർ ആണെങ്കിൽ അതിലൂടെ രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ഉള്ള സ്കൂളുകൾ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. സോ സ്റ്റുഡൻസ് ക്യാൻ ആൾസോ രജിസ്റ്റർ ഡയറക്ട്ലി ത്രൂ ഓൺലൈൻ പോർട്ടൽ. സോ നമ്മളുടെ പൊതുവെയുള്ള എക്സാംസിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യുക, അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യും. സോ ഒരു സിംഗിൾ ലൈൻ പ്രോസസ്സാണ് അല്ലേ. പക്ഷേ IOQMന് നമുക്ക് 2 ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ഉണ്ട്. ഒന്ന്, നമ്മൾക്ക് ഓഫ്ലൈൻ ആയിട്ട് സെൻറ്ററുകളിൽ പോയിട്ട് നമ്മളുടെ ഫോം കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. സോ അതിൻ്റെ ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് ഫീസ് ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തിങ്, സെൻറ്റർ രജിസ്ട്രേഷൻ. സെൻറ്ററുകൾക്ക് 28 ജൂൺ മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ 28 ജൂലൈ വരെ എന്ത് ചെയ്യാം, സെൻറ്ററുകൾക്ക് രജിസ്റ്റർ ചെയ്യാം. സോ സെൻറ്റർ ഈ വെബ്സൈറ്റിൽ, അതായത് നിങ്ങളുടെ സ്കൂളുകൾ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ സെൻറ്റർ സെർച്ചിൽ എന്ത് ചെയ്യാൻ പറ്റും, സെൻറ്ററുകൾ ആക്റ്റീവ് ആണെന്ന് കാണാൻ പറ്റും. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നീട് സ്റ്റുഡൻസിന് 28 ജൂൺ മുതൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങാം. അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള സെൻറ്റർ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ആ സെൻറ്ററിൽ പോയിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. അതായത് ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 12 വരെ സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. സോ ഫസ്റ്റ് തിങ്, നമുക്ക് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ത്രൂ സെൻറ്റർ നോക്കാം. സോ വൺ മോർ തിങ്, ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ KV, JNV സ്റ്റുഡൻസിന് 180 ആണ്. അതുപോലെ മറ്റ് സ്കൂളുകളിലെ സ്റ്റുഡൻസിന് 300 rupees ആണ് IOQMൻ്റെ രജിസ്ട്രേഷൻ ഫീസ്. സോ നമ്മൾ സെൻറ്ററിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫോർ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. സോ ഫോർ സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ എടുത്താൽ അവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ്, സെൻറ്റർ രജിസ്ട്രേഷൻ, സെൻറ്റർ ആക്ടിവേഷൻ, സെൻറ്റർ ലോഗിൻ, ഇതൊക്കെ സ്കൂളുകൾ ചെയ്യേണ്ട കാര്യമാണ്. സ്കൂളുകളുടെ രജിസ്ട്രേഷൻ ആയിട്ടുണ്ടോ, ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്കൂളുകൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇവിടെ സെൻറ്റർ സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്താൽ നിങ്ങളുടെ സിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ എവിടെയാണ് ഈ സെൻറ്റർ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഞാനിവിടെ എന്ത് ചെയ്യാണ്, സ്റ്റേറ്റ് സെലക്ട് ചെയ്യാണ്. സ്റ്റേറ്റ് നമ്മൾ കേരള സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഡിസ്ട്രിക്റ്റ് എടുത്താൽ നമ്മൾ എന്താണ്, കാലിക്കറ്റ്, കോഴിക്കോട് ഞാൻ സെലക്ട് ചെയ്യാണ്. സോ ഇവിടെ ഞാൻ സിറ്റി നോക്കിയാൽ എനിക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. കോഴിക്കോട് എന്നുള്ള ഓപ്ഷനുണ്ട്, അതുപോലെ വടകര എന്നുള്ള ഓപ്ഷനുണ്ട്. സോ ഞാൻ കോഴിക്കോട് എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. എന്നിട്ട് അപ്ലൈ ഫിൽറ്റർ കൊടുത്താൽ കോഴിക്കോട് ആൻഡ് സിറ്റി കോഴിക്കോട് സെലക്ട് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെൻറ്ററുകൾ എനിക്ക് കാണാം. ഇവിടെ ഒരു സെൻറ്റർ മാത്രമേ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് ആക്റ്റീവ് ആയിട്ടുള്ളൂ. അൽഫോൺസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ താമരശ്ശേരി മാത്രമാണ് ഇപ്പോൾ എന്താണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. സോ നമ്മൾ വേറൊരു സിറ്റി വടകര എടുത്താൽ നമുക്ക് വേറൊരു സ്കൂൾ കാണാം, JNV വടകര സ്കൂൾ നമുക്ക് കാണാം. ഇനി നമ്മൾ സിറ്റി മാറ്റാണ്, ട്രിവാൻഡ്രം എടുത്ത് നോക്കിയാൽ ട്രിവാൻഡ്രം ഒരു സിറ്റി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, തിരുവനന്തപുരം. ആൻഡ് അപ്ലൈ ഫിൽറ്റർ കൊടുത്താൽ നിങ്ങൾക്ക് അവിടെയും JNV തിരുവനന്തപുരം ഒരു സ്കൂൾ മാത്രമേ അവിടെ രജിസ്റ്റർ ആയിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഈ സൈറ്റിൽ സെൻറ്റർ സെർച്ചിലൂടെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിങ്ങളെ തൊട്ടടുത്തുള്ള സ്കൂളുകളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും.
സോ ഇതിൽ നമ്മളുടെ ഒരു സ്കൂൾ, നമ്മൾ അടുത്തുള്ള ഒരു സ്കൂൾ രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്കൂളിൽ പോയിട്ട് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇനി ആ ഫോം എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ നമ്മൾ തിരിച്ച് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരിക. നമ്മൾ സെൻറ്റർ സെർച്ചിലൂടെയാണ് നമ്മൾ സെൻറ്റർ കണ്ടുപിടിച്ചത്. ഇനി നമുക്കിവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ ഡൗൺലോഡിൽ നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോം കാണാൻ പറ്റും. സോ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഫോം കാണാം. സോ IOQM 2024 സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോം. ആൻഡ് ഫസ്റ്റ് തിങ്, നമ്മൾ നേരത്തെ വീഡിയോസിലൂടെ ഒക്കെ പറഞ്ഞ പോലുള്ള എന്താണ് എലിജിബിലിറ്റി, അതായത് August 1, 2005 July 31, 2012 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ആൻഡ് ക്ലാസ് 8 മുതൽ 12 വരെയുള്ളവരായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. സോ ഇതിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഫിൽ ചെയ്യേണ്ടത്? ഒന്ന്, പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യുക. ആൻഡ് ഏത് ക്ലാസ്സിലാണെന്നുള്ളത് ഫിൽ ചെയ്യുക. പിന്നെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്കൂൾ KV ആണോ JNV ആണോ മറ്റു സ്കൂളാണോ. ഇനി മറ്റു സ്കൂളാണെങ്കിലും ഏത് സ്കൂളാണെങ്കിലും സ്കൂളിൻ്റെ നെയിം, അതുപോലെ അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് തിങ്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളിപ്പം താമസിക്കുന്ന റിസൈഡിങ് അഡ്രസ്സ് എന്ത് ചെയ്യുക, ഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം എന്താണ്, പ്ലീസ് ടിക്ക് യുവർ പ്രിഫേർഡ് IOQM ലാംഗ്വേജ്, അതായത് IOQM എക്സാം 2 ലാംഗ്വേജിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. സോ ഇത് നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് ടിക്ക് ചെയ്യുക. സോ അത് മാറിപ്പോവരുത്. നിങ്ങൾ ഇംഗ്ലീഷിലാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷ് മാർക്ക് ചെയ്യുക. ആൻഡ് അതിൽ ഡിക്ലറേഷനിൽ നിങ്ങൾ ഡേറ്റും പ്ലേസും എഴുതിയിട്ട് നിങ്ങൾ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. ഇനി താഴെ നിങ്ങൾക്കൊരു ഷീറ്റ് കാണാം. സോ അക്നോളജ്മെൻറ്റ് ടു ബി ഹാൻഡഡ് ഓവർ ടു സ്റ്റുഡൻറ്റ്. സോ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച സെൻറ്ററിൽ എന്ത് ചെയ്യുക, കൊണ്ട് ഫോം കൊടുത്താൽ അവർ ഈ അക്നോളജ്മെൻറ്റ് ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ഇതിൽ നിങ്ങളുടെ IOQMൻ്റെ പ്രിഫേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ്, നിങ്ങൾ എത്ര എമൗണ്ട് പേ ചെയ്തു, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോഡ്, ഡീറ്റെയിൽസ്, സിഗ്നേച്ചറൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഫില്ല് ചെയ്ത് തിരിച്ചു തരുന്നതായിരിക്കും. സോ നമ്മൾ ഇത് ഫിൽ ചെയ്ത് കൊടുത്താൽ സ്റ്റുഡൻറ്റ് ഷുഡ് കമ്പൽസറിലി പ്രൊവൈഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. ഓക്കെ, നമ്മൾ 2-3 ഡീറ്റെയിൽസും കൂടെ നമ്മൾ കൊണ്ടുപോകണം. നമ്മളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പിന്നെ നമ്മളുടെ സ്കൂൾ ID ആൻഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ത് വേണം, നമ്മൾ കൂടെ കരുതണം. ആൻഡ് കൺഫേം യുവർ രജിസ്ട്രേഷൻ ത്രൂ സ്റ്റുഡൻറ്റ് ലോഗിൻ സെർച്ച് വിത്തിൻ 7 വർക്കിംഗ് ഡേയ്സ് ആഫ്റ്റർ സബ്മിഷൻ or else check with the respective institution. അതായത് നമ്മളിപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്, നമ്മൾ സെൻറ്റർ കണ്ടുപിടിച്ചു, നമ്മുടെ ഫോം ഫിൽ ചെയ്ത് കൊണ്ടു കൊടുത്തു, ആൻഡ് നമുക്കൊരു അക്നോളജ്മെൻറ്റ് കിട്ടി. സോ അവരെന്ത് ചെയ്യും, ഇത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളെ സ്റ്റുഡൻ്റ് ആയിട്ട്, അതായത് രജിസ്റ്റേർഡ് സ്റ്റുഡൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ തിരിച്ചു വന്നാൽ നമ്മുടെ 4 സ്റ്റുഡൻസ് എടുത്താൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, സ്റ്റുഡൻറ്റ് ലോഗിൻ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. സോ സ്റ്റുഡൻറ്റ് സെർച്ചിൽ പോയാൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റേർഡ് ആണോ, ഏത് സ്കൂളിലാണ് എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ നിങ്ങൾ 7 വർക്ക് ഡേയ്സിനുള്ളിൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ചെക്ക് ചെയ്തിരിക്കണം. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്, അതായത് നിങ്ങൾ സെൻറ്റർ കണ്ടുപിടിക്കുക, ദെൻ നിങ്ങൾ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക, ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്ററിൽ കൊണ്ട് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ത്രൂ ഓഫ്ലൈൻ മെത്തേഡാണ്. സോ നിങ്ങൾ അത് 28 ജൂൺ മുതൽ August 12 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇനി അടുത്തത് ഓൺലൈനായിട്ട് നമ്മളിങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഓഫ്ലൈൻ രജിസ്ട്രേഷൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സെൻറ്റർ, നമ്മൾ പ്രിഫേർഡ് സെൻറ്ററിൽ തന്നെ പോയി നമുക്ക് രജിസ്റ്റർ ചെയ്താൽ എന്ത് ചെയ്യാം, ആ സെൻറ്ററിൽ തന്നെ നമുക്ക് ടെസ്റ്റ് എഴുതാം. ഇനി നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നോക്കാം. അത് 17th ജൂലൈ മുതലാണ് തുടങ്ങിയിട്ടുള്ളത്. August 12 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം വെബ്സൈറ്റിൽ IOQM.managexam.com, അതായത് മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫോർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് രജിസ്റ്റർ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവും. സോ നമ്മൾ തിരിച്ചു പോയാൽ നമുക്കിവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എടുത്ത് നോക്കിയാൽ എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ള ഡീറ്റെയിൽ നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻ മാനുവൽ. സോ നമ്മൾ നേരത്തെ കാണിച്ചതുപോലുള്ള ഒരു പോർട്ടലാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് വരിക. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. സോ നമ്മൾ ക്ലിക്ക് ഓൺ രജിസ്ട്രേഷൻ. സോ രജിസ്റ്ററിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനാണ് വരിക. സോ ഫസ്റ്റ് തിങ് എന്താണ്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് നെയിം, പ്രൈമറി കോൺടാക്ട് നമ്പർ, ഇമെയിൽ ID എന്നുള്ള കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യുക. എന്നിട്ട് OTP ജനറേറ്റ് ചെയ്യുക. ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഇമെയിലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോ നിങ്ങൾക്കൊരു കോഡ് വരുന്നതായിരിക്കും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ജനറേറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് OTP കൊടുക്കുക. സോ അത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്താൽ എന്ത് ചെയ്യും, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങളെ മെയിലിൽ വരുന്നതായിരിക്കും. ആൻഡ് അതിനുശേഷം എന്താണ്, രജിസ്ട്രേഷന് ശേഷം നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ്, 2 സർവേ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ IOQM പറ്റി അറിയുന്നത്, അതുപോലെ
ഹൗ ഡിഡ് യു ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ മാത്തമാറ്റിക്സ് എന്നുള്ള 2 ചോദ്യങ്ങൾ വരും. സോ അതിൽ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ സ്റ്റുഡൻറ്റ് ലോഗിനിലൂടെ നമ്മൾ ലോഗിൻ ചെയ്യുക. സോ നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു രജിസ്ട്രേഷൻ നമ്പറും നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തും യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം കൈൻഡ്ലി റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി, അതായത് ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കാൻ പറയുന്നുണ്ട്. സോ ആ ഡിക്ലറേഷൻസ് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ പേജ് എന്ന് കൊടുക്കുക. ഓക്കെ, സോ അതിന് മുന്നേ നിങ്ങൾ ഇൻസ്ട്രക്ഷൻസിൽ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്, അതായത് 6 മാസത്തിനുള്ളിലുള്ള ഫോട്ടോഗ്രാഫ് വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്കൂൾ ID കാർഡ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്കൂൾ ഫീ റെസിപ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ റിപ്പോർട്ട് കാർഡ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്നുണ്ട്. സോ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്കൂൾ ID അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്കൂൾ ഫീ റെസിപ്റ്റ് ചോദിക്കുന്നത്. സോ നെക്സ്റ്റ് തിങ് എന്താണ്, ഐദർ വൺ ഓഫ് ദ സ്കാൻഡ് കോപ്പി ഓഫ് ആധാർ. സോ നിങ്ങൾ വേറൊരു ID പ്രൂഫും കൂടെ ചോദിക്കുന്നത് നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഓർ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി. സോ നമ്മൾ മുന്നോട്ട് പോയാൽ ആഫ്റ്റർ പ്രൊസീഡിങ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ ഷീറ്റ് സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് ഫോം വിൽ അപ്പിയർ. സോ നമ്മളത് പ്രൊസീഡ് കൊടുത്താൽ നമ്മൾ സ്റ്റുഡൻറ്റ് ഫില്ല് ചെയ്യേണ്ട ഫോം അപ്പിയർ ചെയ്യും. സോ സിമിലർ വേ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ലിൻ ചെയ്യുക. നമ്മളുടെ നെയിം, സ്കൂൾ ID, ജെൻഡർ, നാഷണാലിറ്റി എന്നുള്ള കാര്യങ്ങൾ ഫില്ലിൻ ചെയ്യുക. ആൻഡ് അടുത്തത് സ്കൂൾ ഡീറ്റെയിൽസ് ആണ്. സോ പിന്നീട് നമ്മുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ്, സ്കൂൾ ടൈപ്പ്, സ്കൂൾ അഡ്രസ്സ്, അതുപോലെ സ്കൂൾ സ്റ്റേറ്റ് കോഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫില്ലിൻ ചെയ്യുക. പിന്നെ നമ്മൾ നോക്കിയാൽ പെർമനൻറ്റ് അഡ്രസ്സ്, നമ്മളുടെ റിസൈഡിങ് അഡ്രസ്സ് അല്ലേ. സോ പെർമനൻറ്റ് അഡ്രസ്സ്, പിൻകോഡ്, ഡോർ നമ്പർ ഓർ സ്ട്രീറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യുക. സോ ഇതിൽ സ്റ്റാർ ഇട്ടുള്ളതൊക്കെ മാൻഡേറ്ററി ആണ്. സോ അത് മസ്റ്റായിട്ട് ഫില്ലിൻ ചെയ്യണം. ആൻഡ് കറണ്ട് അഡ്രസ്സ് സെയിം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു ബോക്സിൽ ടിക്കിൻ ചെയ്താൽ മതി. സോ നെക്സ്റ്റ് തിങ് നമുക്ക് ആഡ് ചെയ്യാനുള്ളതല്ല. സോ ഫൈനലി സബ്ജക്റ്റ് സെലക്ഷൻ. സോ IOQM ഇൻസ്ട്രക്ഷൻ മാനുവലിൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് വരുന്നത് സബ്ജക്റ്റ് സെലക്ഷൻ ആണ്. അതായത് നമ്മുടെ സബ്ജക്റ്റ് IOQM ആണ്, നമ്മുടെ എക്സാം IOQM ആണ്. നമ്മൾ ലാംഗ്വേജ് ആണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലായിരിക്കും നമുക്ക് ടെസ്റ്റ് ഉണ്ടാവുക. സോ നിങ്ങൾ അതിൽ പ്രിഫേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ടിക്കിൻ ചെയ്യാം. ഇതൊക്കെ ഫിൽ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ നിങ്ങളിപ്പോൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്കൊരു ഫോം ആയിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ, സ്കൂൾ ഡീറ്റെയിൽ, അഡ്രസ്സ്, അതുപോലെ സബ്ജക്റ്റ് സെലക്ടഡ്. സോ ഇത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് അത് ചേഞ്ച് ചെയ്യണം. സോ നിങ്ങൾ എക്സാം അപ്പിയർ ചെയ്യുന്ന ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. സോ അതിനുശേഷം ഇനി നമ്മളുടെ ഡീറ്റെയിൽസ് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഫില്ലിൻ ചെയ്യാനാണ്. അപ്ലോഡ് ദ ബിലോ മെൻഷൻ ഡോക്യുമെൻറ്റ്സ്. സോ ഇനി നിങ്ങൾക്കൊരു ഫോം വരും. അതിലെന്ത് ചെയ്യണം, നമ്മൾ 3 ഡോക്യുമെൻറ്റ്സ് ഫില്ലിൻ ചെയ്യണം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ഫോട്ടോഗ്രാഫ്, അതുപോലെ സ്കൂൾ ID, നിങ്ങളുടെ ID ഏതാണോ അത് ഫില്ലിൻ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒരു ഫോട്ടോയും നമ്മൾ അപ്ലോഡ് ചെയ്യുക. ആധാർ കാർഡ്, പാസ്പോർട്ട് ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ്. സോ ഈ ഫോട്ടോഗ്രാഫിനും പേപ്പേഴ്സിനും ഒക്കെ സർട്ടൈൻ എന്തുണ്ട്, ലിമിറ്റ് ഉണ്ട്. അതിൻ്റെ സൈസിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിവിടെ മേലെ കൊടുത്തിട്ടുണ്ട്. സോ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ്, പുതിയ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ആൻഡ് 10 KB മുതൽ 100 KB ആയിരിക്കണം. അതിൻ്റെ സൈസ് ഡീറ്റെയിൽസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഓൺലൈൻ റീസൈസർ വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്താൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റീസൈസ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ സബ്മിറ്റിംഗ് ദ ഡോക്യുമെൻറ്റ് പ്ലീസ് സെലക്ട് സെൻഡർ പ്രിഫറൻസസ്. സോ ഇതിന് ശേഷമാണ് നമ്മൾ സെൻഡറിൻ്റെ പ്രിഫറൻസ് സബ്മിറ്റ് ചെയ്യുക. സോ നമ്മൾ ഏത് സ്റ്റേറ്റിലാണ്, ഏത് ഡിസ്ട്രിക്റ്റിലാണ്, ഏത് സിറ്റിയിലാണ്, ഏത് സെൻറ്ററാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കണം. പക്ഷേ നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഇൻ കേസ് എന്താണ് ആ സെൻറ്ററിൽ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് വേറെ സെൻറ്ററിലേക്ക് മാറ്റി കിട്ടുന്നതായിരിക്കും. സോ സെൻറ്റർ പ്രിഫറൻസ് കൊടുക്കുക. അതുപോലെ സെൻറ്റർ പ്രിഫറൻസിന് നിങ്ങൾക്കുള്ള 3 സ്റ്റേറ്റുകൾ, അതുപോലെ ഏതാ സിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ഫോമിൽ നെക്സ്റ്റ് പേജിൽ ഫില്ലിൻ ചെയ്യുക. സോ നമ്മൾ ഈ ഫില്ലിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ ഓഫ് സെൻറ്റർ ഡീറ്റെയിൽസ്, സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ അതും ചെക്ക് ചെയ്തിട്ട് ഡിക്ലറേഷൻ ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. നെക്സ്റ്റ് തിങ് നിങ്ങളുടെ പേയ്മെൻ്റ് ആണ്. സോ ഇതിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു JNV ഓർ KV സ്റ്റുഡൻസിന് 180 ആണ്. അതുപോലെ അതർ സ്കൂൾ സ്റ്റുഡൻസിന് 300 ആയിരിക്കും പേയ്മെൻറ്റ്. സോ പേയ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ഫുൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. സോ ഈ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾ സ്റ്റുഡൻറ്റ് ലോഗിനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതൊക്കെയാണ് ബേസിക് ഡീറ്റെയിൽസ് ഓഫ് IOQM എക്സാം രജിസ്ട്രേഷൻ. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ 2 മെത്തേഡാണ്. ഒന്ന് സ്റ്റുഡൻറ്റ് ഓഫ്ലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് സെൻറ്ററിൽ കൊണ്ടുകൊടുക്കുക. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, സെൻറ്റർ സെർച്ച് ചെയ്ത് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റർ എന്ന് നോക്കണം. സോ ഡേ ബൈ ഡേ സ്കൂൾസ് എന്ത് ചെയ്യുന്നുണ്ടാവും, രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവും. അത് ആക്റ്റീവ് ആവുന്നതനുസരിച്ച് നമുക്കിതിൽ കാണാൻ പറ്റും. സോ നിങ്ങൾ ഒന്നെങ്കിൽ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി അവൈലബിൾ ആയിട്ടുള്ള സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്യുക. സോ നിങ്ങളുടെ മാത്സ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ മസ്റ്റായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ സ്കൂളുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക.